നദീമാർഗത്തെ പൊതുവെ 3 ഘട്ടമായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ ഘട്ടമാണ് ഉപരിഘട്ടം. നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഉപരിഘട്ടം. ഈ ഘട്ടത്തിൽ നദി കുത്തനെയുള്ള ചെരുവിലൂടെ ഒഴുകിയെത്തുന്നു. ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്ന ഘട്ടമാണ് ഉപരിഘട്ടം. ഉപരിഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ ഈ ഘട്ടത്തിൽ കാണപ്പെടുന്നു. രണ്ടാമത്തെ ഘട്ടമാണ് മധ്യഘട്ടം. ഈ ഘട്ടത്തിൽ നദി അടിവാരത്തു കൂടിയാണ് ഒഴുകുന്നത്. അപരദനവും നിക്ഷേപണ പ്രവർത്തനവും സജീവമായി നടക്കുന്നു. മിയാണ്ടറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവ ഈ ഘട്ടത്തിൽ കാണപ്പെടുന്നു. ഏറ്റവും അവസാനത്തേതും മൂന്നാമത്തേതുമായ ഘട്ടമാണ് കീഴ്ഘട്ടം. സമതല പ്രദേശത്തു കൂടിയാണ് കീഴ്ഘട്ടം എത്തുമ്പോൾ നദികൾ സഞ്ചരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു. പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്.